എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പത്തിരിയാണ് കേട്ടോ. അങ്ങനെ പത്തിരിക്കുള്ള പൊടി വാട്ടി കുഴച്ചെടുത്തു. ഇവിടെ മെഷീൻമ പ്രസ് ചെയ്താലും കല്ലിലിട്ടൊന്ന് പരത്തിയെടുക്കും കേട്ടോ. അപ്പോൾ ഒന്നും കൂടി നല്ല നൈസ് പത്തിരി കിട്ടും. ഇന്ന് മഴയൊന്നുമില്ല, അപ്പോൾ അതുകൊണ്ട് ഇന്ന് പുറത്ത് തടുപ്പിലാണ് തീ കൂട്ടുന്നത്. അങ്ങനെ പത്തിരി ചുടൽ കഴിഞ്ഞു. ഇനി പത്തിരിക്കല്ല് മേടിച്ച് വെച്ച് ചോറിനുള്ള വെള്ളം വെച്ചു. പുറത്തടുപ്പിൽ തീ കൂട്ടുന്ന കേട്ടോ ഏറ്റവും സൗകര്യം. അതാകുമ്പോൾ തെങ്ങും മട്ടലും ചകിരി അങ്ങനെ അങ്ങ് വെച്ചു കൊടുത്താൽ മതി. വെള്ളം നല്ലോണം തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി അരി കേക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അരിയിട്ട് കഴിഞ്ഞാൽ പിന്നെ തീ നന്നായിട്ട് കത്തിക്കണ്ട. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ ചകിരി ഇങ്ങനെ വെച്ച് കൊടുക്കും. അങ്ങനെ ചോറ് വെന്തു. കറി അടുപ്പത്ത് വെച്ച് ചോറ് ഊറ്റിയെടുക്കുകയാണ് കേട്ടോ. ബീഫും മുരിങ്ങാത്താളിപ്പും ചമ്മന്തിയാണ് കേട്ടോ ഒന്ന് ഉച്ചക്കൊക്കെയുള്ള ഫുഡ്. ബീഫ് അടുപ്പത്ത് കിടന്ന് തിളക്കുന്നുണ്ട്. ചോറ് ഊറ്റി കഴിഞ്ഞു. ഇനി ചോറ് ഗ്യാസുമ്മ വെച്ചിട്ടൊന്ന് വെള്ളം വറ്റിച്ചെടുക്കാം. ഇനി മുരിങ്ങാത്താളിപ്പും കൂടി ഉണ്ടാക്കാണ്ട് കേട്ടോ. അപ്പം മുരിങ്ങ കോരിയെടുത്തു. 3 ചെറിയുള്ളി എടുത്ത് ചെറുതായി അരിഞ്ഞെടുത്തു. പച്ചമുളകും വെളുത്തുള്ളിയും ചെറിയുള്ളിയാണ് കേട്ടോ ഇതിലേക്ക് വേണ്ടത്. എണ്ണ നല്ലോണം തിളച്ച് വരുമ്പോൾ ഉള്ളി എണ്ണയ്ക്ക് ഇട്ട് കൊടുത്തിട്ട് ഗോൾഡൻ കളറിൽ ഉള്ളി മൂത്ത് വരുമ്പോൾ കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇനി കഞ്ഞിവെള്ളം തിളച്ച് വരുമ്പോൾ മുരിങ്ങയില ഇട്ട് കൊടുത്ത് ഇല വേവുന്ന വരെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. പലരും പലയിടത്തും പല രൂപത്തിലാട്ടോ ഈ താളിപ്പ് ഉണ്ടാക്കണത്. ഞങ്ങളോട് അങ്ങനെയാണ് ഉണ്ടാക്കല്. ബീഫ് ഉച്ചക്കുള്ളതൊന്ന് കോരി മാറ്റിന്ന് വരട്ടിയെടുക്കുകയാണ് കേട്ടോ. കുക്കിങ് കഴിഞ്ഞപ്പോഴത്തേന് അടുക്കളൻ്റെ പോലെ അങ്ങനെ കേട്ടോ. പാത്രങ്ങളൊക്കെ കുറേ കഴുകാനുണ്ട്. കിച്ചൺ ആകെ വൃത്തികേടായി കിടക്കുകയാണ്. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി കിച്ചണൊന്ന് വൃത്തിയാക്കട്ടെ. നല്ല വെയിലുണ്ട്. അപ്പോൾ കുറേ തിരുമ്പാനും ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് തിരുമ്പിയെടുത്തു. വീട്ടിലിപ്പോൾ അനിയത്തിമാരും കുട്ടികളൊക്കെ വിരുന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഓലുണ്ടാകുമ്പോൾ കുറേ തിരുമ്പാനുണ്ടാവും. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് നല്ല മഴയ്ക്ക് ശേഷമുള്ളൊരു വെയിലുള്ള ദിവസമാണ് കേട്ടോ. അതുകൊണ്ട് ഉണങ്ങാനുള്ള തുണികളൊക്കെ എടുത്ത് വെയിലത്ത് കിട്ടും. അങ്ങനെ തിരുമ്പിക്കുളിയൊക്കെ കഴിഞ്ഞു. ഇനി ഫുഡ് കഴിക്കാൻ കേട്ടോ. മുരിങ്ങാത്താളിപ്പും ബീഫും തേങ്ങാ ചമ്മന്തി ഉണ്ട്. പിന്നെ കുറച്ച് കയ്പങ്ങുപ്പേരി എടുത്തു. അങ്ങനെ വെള്ളം കുപ്പിയിലാക്കി വെച്ചു. ഇത് വേങ്ങാക്കാതിലിട്ട് തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ. കൊളസ്ട്രോളും ഷുഗറും വെയിറ്റൊക്കെ കുറയാൻ നല്ലതാട്ടോ വേങ്ങാക്കാതിലിട്ട വെള്ളം കുടിക്കുന്നത്. ഇന്ന് വൈകുന്നേരം മാങ്ങ വണ്ടി വന്നീന് കേട്ടോ. അപ്പം ഞങ്ങൾ മാങ്ങ വാങ്ങിയതിനും അതിനൊന്നെടുത്ത് ചെത്തി തിന്നു കേട്ടോ. 100 റുപ്യക്ക് 2 കിലോ മാങ്ങട്ടി. നല്ല മധുരമുള്ള മാങ്ങേനി. വൈകുന്നേരം ഇതിലൊരു എയറോപ്ലെയിൻ പോയിനും. വലിയോലെന്ന കുട്ടികളൊന്നും വ്യത്യാസമല്ലാതെ എയറോപ്ലെയിൻ കാണുന്നത് എല്ലാവർക്കും ഒരു കൗതുകമാണല്ലേ. വൈകുന്നേരം പൂളയാണ് കേട്ടോ. അതിനുള്ള വെള്ളം വെച്ചിട്ട് പൂള തൊലി കളഞ്ഞെടുത്തു. വെള്ളം തിളച്ച് വന്നപ്പോൾ പൂള കഴുകി ഇട്ട് കൊടുത്തുട്ടോ. രാത്രിയിലാണ് കുക്ക് ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളെ അഭിപ്രായങ്ങളും ഉപദേശങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്തുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.